നമസ്കാരം. മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഹാസ്യതാരം സാജൻ പള്ളുരുത്തിയുടെ യൂട്യൂബ് ചാനൽ ചെണ്ട തുടങ്ങിയിട്ട് 200 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. ചെണ്ടയിലൂടെ സമകാലികമായ ഒരുപാട് വിഷയങ്ങൾ ഹാസ്യ രൂപത്തിലാണ് സാജൻ ചേട്ടൻ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല എപ്പിസോഡുകൾ ഇനിയും സാജൻ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവട്ടെ. ചെണ്ടയ്ക്കും സാജൻ ചേട്ടനും ഒരുപാട് ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വിളിച്ചെന്നേ ഇന്നലെ പോയതാണ്. എവിടെ പോയെന്ന് അറിയാൻ പാടില്ല. വിളിച്ചിട്ടോട്ട് കിട്ടണമില്ല. വെള്ളം ഒടിച്ച് പോലീസ് അങ്ങനെ പിടിച്ച് അകത്തായി കാണോള്. എന്റെ വിജയം ഒന്ന് ചുമ്മാതിരി. ആ മനുഷ്യൻ ന്യൂ ഇയറിന് മുമ്പേ കള്ളൂരൊക്കെ നിർത്തി. ഇവിടെ പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് പോട്ടെ. നിന്നെ കാണുമ്പോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്താണ്? നീ അപ്പുറത്തെ ജോമോക്കൊക്കെ എന്തിനാണ് വെറുതെ വാരിക്കൊരു കാശ് കൊടുക്കണത്? സഹായമല്ലേ ചേച്ചി. എടാ അതിൻ്റെയൊക്കെ കയ്യിൽ നല്ല പൂത്ത കാശുണ്ട്. വെറുതെ സങ്കടം പറഞ്ഞ് നിന്നെ പറ്റിച്ച് നിന്റെ കയ്യിലെ കാശ് മേടിച്ചെടുക്കാനായിട്ടുള്ള അടവാണ്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ചേച്ചി എന്തായാലും കാശുണ്ട്. നമ്മൾ ഈ കാശ് കയ്യിൽ വെച്ചിട്ട് കാര്യമുണ്ട്. ആർക്കെല്ലാം വല്ല ദാനം ചെയ്യണം. നല്ല വല്ല സൽപ്പേരുണ്ടാവുള്ളൂ. ഈ സൽപ്പേര് കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തേക്കണം. 2 പേർക്ക് വീട് വെച്ച് കൊടുത്തു, അന്നദാനം നടത്തി, രക്തദാനം നടത്തി, 1-2 പേർക്ക് ചികിത്സാ സഹായം നൽകി. ഇപ്പം ഞാൻ ഒരു പരിപാടി കൂടി ചെയ്തിട്ടുണ്ട്. മരണാനന്തരം എൻ്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാനുള്ള സംഭവത്തിൽ ഒപ്പുവിട്ടു. എന്നിട്ട് സൽപ്പേര് കിട്ടിയ ഇന്നലെ ആ ടൗണിൽ നിന്ന് വന്ന വഴിക്ക് ആ ഷാപ്പിൻ്റെ പുറകിൽ നിന്ന് ആ സരസ് ഉണ്ടല്ലോ കോളനിയില സരസുവിനോട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചുള്ളൂ. എല്ലാ പേരും പോയി. ഇപ്പം നല്ല പേരാ നാട്ടിൽ. ഇത് നമ്മുടെ ബോസ് ഉണ്ടല്ലോ, കാണാതെ ബോസ് ഉണ്ട്. അവന് നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ബോസ് ചേട്ടൻ തെറ്റിദ്ധരിക്കുമോ? വല്ല അവീതമെന്ന് ഓർക്കും. ഞാൻ ആ കട്ടടിക്കർ ഒരു ചോദിച്ചിരിക്കട്ടെ. അയ്യടാ എങ്ങനെ നീ ആ സരസ്വന്റെ വീട്ടിൽ പോയി വിളിച്ചിരുന്നാ മതി കേട്ടാ. അല്ലാതെ എന്റെ ബെഡ്റൂമിലല്ലോ വിളിക്കണ്ടത്. ബോസേട്ടൻ കണ്ടു പോലെ തെറ്റിദ്ധരിക്കണം നിർത്തണം. നീ പേര് ദോഷം കേട്ടത് പോലെ ഇനി എന്നെ കൂടെ കേൾപ്പിക്ക്. ഒന്ന് പോയെന്ന് അറിയണം. ഇന്നലെ പോലെ എവിടെ പോയെന്ന് അറിയാതെ ആദ്യം പിടിച്ചിരിക്കുക ഞാൻ. മിണ്ടൂല ഞാൻ നോക്കും. ഇന്നലെ മോലെ ഒന്ന് ടി വി ഇട്ടിട്ടുള്ളതാ. അറിയോ ഞാനെത്തി. കുളിക്കണം, എന്തെങ്കിലും കഴിക്കണം. എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണത്? ആനമുട്ട പുഴിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താടി ഒരുമാതിരി എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെയായിരുന്നാ? ഇന്നലെ പോയതാണോ ഇവിടുന്ന്? എടി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പെട്ടെന്ന് എനിക്കൊരു മനം മാറ്റം. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന്. അപ്പൊ എനിക്ക് തോന്നി അമ്മാവനൊന്ന് കാണണമെന്ന്. അമ്മാവനോട് ഒറ്റക്കല്ലേ? അമ്മാവനെ അറ്റാക്കല്ലടി, അമ്മാവൻ ഒറ്റക്കല്ലേ. അമ്മായി മരിച്ചിട്ട് ഇപ്പൊ കുറെ നാളായാലും ഒറ്റക്ക് കഴിയണം. അപ്പൊ അമ്മാവനെ കാണണമെന്നൊരു ചിന്ത വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നിന്നോട് പറയാതെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് പിന്നെ അമ്മാവനോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ചിരിച്ചും കളിച്ചൊക്കെ വന്നപ്പോൾ അമ്മാവൻ പറഞ്ഞു എന്നാ നീ പോകണ്ടാ, നീ ഇവിടെ നിൽക്കടാന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇന്നലെ കഴിഞ്ഞു. അവിടെ കിടന്നു. അമ്മാവന്റെ കൂടെ കഴിയാൻ ആരാ നിങ്ങള്? അമ്മാവന്റെ ഭാര്യ? അതല്ല, അമ്മാവൻ അവിടെ ഒറ്റക്ക് ഇരിക്കുമ്പോൾ കുറെ നാളും കൂടി എന്നെ കണ്ടതല്ലേ, അതുകൊണ്ട് അമ്മാവൻ്റെ കൂടെ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന്. അപ്പം അമ്മാവൻ നേരം വെളുത്തപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്നും നിൽക്കടാ. ഞാൻ പറഞ്ഞില്ല, അവൾ ഒറ്റക്കല്ലേ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ പോന്നു. അപ്പൊ ഇന്നലെ പോലെ നിങ്ങൾ അമ്മാവന്റെ വീട്ടിലായിരുന്നു? അമ്മാവൻ്റെ വീട്ടിൽ. എന്തിനാ ഇനി വിളിക്കണത്? ഇനി വിളിച്ചു പോയിക്കണ്ട. അമ്മാവൻ വിളിച്ചു കഴിഞ്ഞാൽ എന്നോട് അങ്ങനെ ചെല്ലാൻ പറയും. അമ്മാവാ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ നല്ല വിശേഷം മോളെ. എന്നാണ്ട്? ഇല്ല, ഞാൻ വെറുതെ വിളിച്ച. എന്താണ് അങ്ങനെ പതിവില്ല? ബോസേട്ടൻ ഇന്നലെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന? ഇല്ല വന്നില്ല അവൻ. അപ്പൊ വന്നില്ലേ? വന്നൊക്കെ പറഞ്ഞു 2 ആഴ്ചയായിട്ട് എന്നെ പറ്റിക്ക്. അല്ല അവനെ കണ്ടിട്ട് എനിക്ക് ചാകാൻ പറ്റുവാ? പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ ഏറ്റ്. ചാകണ എപ്പോഴാന്ന് അമ്മ തീരുമാനിക്കും. എന്നാന്ന്? അല്ല പറഞ്ഞു വിടാന്ന് പറഞ്ഞ. ശരി അമ്മ വന്ന. ശരി. അമ്മാവൻ പറയും ഞാൻ ചെന്നില്ലെന്ന്. ചെന്നില്ലെന്ന് പറയുന്നല്ല, ചെന്നില്ല. നിങ്ങൾ വേറെ എവിടെയാ പോയിരുന്നത്? എന്നെ പറ്റിച്ച്. ആര് പറ്റിച്ചെന്ന്? ഞാൻ പറ്റിച്ച്. ഞാൻ അമ്മാവനെ കാണാനല്ല പോയത്. പിന്നെ ആരെ കാണാൻ? ഞാൻ നമ്മുടെ ബാബു ഇല്ലേ, എൻ്റെ കൂട്ടുകാരൻ, ഗൾഫിലുള്ള ബാബു ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ 2 കൊല്ലം കൂടി വന്നെയാണ്. അവൻ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് വന്നത്. അതെങ്ങനെയാണ്? ഇന്നലെ ബാബുവിന്റെ പെണ്ണുമ്പോൾ എന്നെ വിളിച്ചതാണല്ലോ. എന്നിട്ട് ബാബു വന്ന കാര്യം അവള് പറഞ്ഞില്ലല്ലോ. ആര്? ബാബുവിന്റെ ഭാര്യ എന്നെ വിളിച്ചാ? പിന്നെ വിളിക്കാതെ? എന്നാ അവള് നുണ പറഞ്ഞാണ്. ബാബു ഇന്നലെ വന്ന്. അപ്പോൾ 2 വർഷം കൂടി വന്നല്ലേ, എടാ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം, അപ്പം നീയും കൂടി ഉണ്ടാകണമെന്നും പറഞ്ഞ് എന്നെ ഇവിടെ നിർത്തി. അങ്ങനെ ഞാൻ പിന്നെ
ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാനും കൂടി ചേർന്നു. അപ്പൊ ഇന്നലെ ബാബുവിന്റെ വീട്ടിൽ ബാബുവിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവൻ കൊണ്ടുവന്ന ചെറിയ സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി അടിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഭക്ഷണമൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചാ? അവനടിച്ച് ഞാൻ അടിച്ചില്ല. ഞാൻ എന്തിനാ അടിക്കണത്? ഞാൻ വിളിക്കേണ്ട അവര് രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞിരിക്കണേ. ഹലോ എടി നീ നല്ല ആളാണ് കേട്ടാ. എന്ത് പറ്റി? ഇന്നലെ എന്നെ വിളിച്ചതല്ലേ, എന്നിട്ട് ബാബു വന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ നീ? അവളോട് പറഞ്ഞിട്ട് അനുചേട്ടൻ വന്നില്ലല്ലോ ചേച്ചി. വന്നില്ലേ? ഇല്ല. ആര് പറഞ്ഞു? ആ അല്ല, ഒരാൾ ഇതിലെ പോയായിരുന്നു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ബാബുവിനെ പോലെ ആരണ്ട അവിടെ നിക്കണം വന്നെന്ന് ഏതാണ്ട് എന്നോട് പറഞ്ഞപ്പോ ഞാനോടത്ത് ബാബു വന്നായിരിക്കും. ചേച്ചിനെ ആരെങ്കിലും പറ്റിച്ചായിരിക്കുള്ളൂ. ആ ശരി. ഇല്ല ഒന്നുമില്ല, വിശേഷമൊന്നുമില്ല. ശരി എന്നാ. 2 വർഷമായിട്ട് മാറിയിരിക്കണല്ലേ, അപ്പൊ പിന്നെ വിശേഷം ഒന്നും ഉണ്ടാകാനാണ്. ഓ വന്നല്ലേ ഉള്ളൂ. അയ്യോ ബാബു വന്നിട്ടില്ല. ബാബു അടുത്ത ആഴ്ച വരുള്ളൂ. നിങ്ങൾ ബാബുവിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് അമ്മാവിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞ് എവിടെ പോയത്? സത്യം പറ, എവിടെ പോയത്? മുങ്ങരുത്, ഓടരുത്. ഞാൻ ഒരു സത്യം പറയട്ടെ. ആ പറ. ഞാൻ സത്യം പറയട്ടെ, നീ വിശ്വസിക്കണം. പറയട്ടെ? കേക്കട്ടെ, എന്നിട്ട് ഞാൻ ആലോചിക്കാം വിശ്വസിക്കണ വേണ്ടേന്ന്. അതായത് ഞാൻ നിന്റെ വീട്ടിൽ പോയതാ. എന്റെ വീട്ടിലാ? നിന്റെ വീട്ടിൽ പോയതാ. എനിക്ക് ഇരുന്നപ്പോൾ തോന്നി എനിക്ക് അച്ഛനും അമ്മയില്ല, എന്നാൽ നിന്റെ അച്ഛനമ്മനെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് ഞാൻ നിന്റെ അച്ഛനമ്മനെ കാണാൻ വേണ്ടി പോയതാ. എന്റെ അച്ഛനും അമ്മേനെ? അവിടെ ചെന്നപ്പോൾ അവര് പിന്നെ എന്നോട് പറഞ്ഞ് നിന്നെ കുറേ നാളായല്ലട മരുമോനെ കണ്ടിട്ട്, നീ എന്താ ഇങ്ങോട്ട് വരാത്തത്, നിനക്ക് ഇവിടെ വന്നിടക്കൊക്കെ ഒന്ന് നിന്നൂടെ എന്നൊക്കെ ചോദിച്ചു. അമ്മയുടെ ആ സ്നേഹവും അച്ഛൻ്റെ ആ പ്രകടനവും കൂടി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് വന്നോന്നൊക്കെ ഉണ്ടമ്മ, പക്ഷേ എനിക്ക് അവൾ വിടണ്ടേ, ഞാനിപ്പോൾ തന്നെ അവളോട് പറയാണ്ടാണ് പോന്നേക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് നീ ഇവിടെ ഇരിക്കുന്നത്തെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അവളില്ലാതെ എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പറഞ്ഞ് നീ ഇടയ്ക്ക് വന്നോട്ടാ, ഇവിടെ ഇങ്ങനെ നിൽക്കണം, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലല്ലോ, അവളാ വന്നില്ല, നീ വരണം ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് എത്തല്ല തമാശയായിരുത്. നിങ്ങൾ എന്റെ വീട്ടില് എന്നെ കൂട്ടാതെ പോയ എന്റെ അച്ഛനമ്മനെ കാണാൻ? അല്ല എന്താ നിന്റെ വീട്ടിൽ എനിക്ക് പിന്നെ നിന്നോട് പറയാതെ എനിക്ക് പോയിക്കൂടെ? അവിടെ അച്ഛനും അമ്മ ഒറ്റക്കല്ലേ, അവരൊന്നും കണ്ടുകൂടെ പോയി? ഞാനിപ്പോ അവിടെ വിളിച്ചു ചോദിക്കത്തില്ലല്ലോ, എന്റെ അച്ഛനും അമ്മയ്ക്ക് ഫോണില്ലല്ലോ, അതുകൊണ്ടല്ലേ ആ ധൈര്യത്തിൽ പറഞ്ഞത്. അയ്യ അവർക്ക് ഫോണില്ലാത്തോണ്ടല്ല, ഫോണില്ലാത്തവരെ എങ്ങനെ വിളിക്കാനാണ് നീ? എങ്ങനെ വിളിക്കും? അതൊക്കെ ഉണ്ട്. എങ്ങനെ വെറുതെ വിളിച്ചു വായിച്ചിട്ട് വെറുതെ ഇതാകല്ലേ? ഈ അച്ഛനും അമ്മക്ക് ഫോണില്ലല്ലോ, പിന്നെ ആരെയാണ് നീ വിളിക്കണത്? അച്ഛനും അമ്മക്കും അല്ലേ ഫോണില്ലാത്തത്? ആ അപ്പൊ പിന്നെ ആരെ വിളിക്കും? ഫോണുള്ള ആളുകളൊക്കെ വേറെയും ഉണ്ട്. അവരൊക്കെ നുണയെ പറയുള്ളൂ. ഓ നിങ്ങൾ മാത്രം ഒരു കാര്യച്ചോന്റെ. സതീശേട്ടാ എവിടെയുണ്ട്? ഞാൻ അതേ പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഇപ്പൊ എങ്ങനെ എത്തോ വീടിനടുത്ത്? ഇപ്പത്തും തറ. അച്ഛനൊന്നും കൊടുക്കുവാ? അയ്യോ അച്ഛനെ പിന്നെ ഞാൻ 2 കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എഴുതിട്ടാ. ഫോൺ കൊടുക്ക ആ നടന്നോണ്ടിരിക്കണേനാ? ആളുകൂടെ കൊടുക്ക. ഓക്കെ ശ്യാമള. അല്ല ബോസേട്ടൻ ഇന്നലെ എങ്ങാനും അങ്ങോട്ട് വന്നാന്നറിയാനായിട്ട്. ഇന്നലെ അവരോട് വന്നിരുന്നു. വന്നാ? അവരെ കുറെ നാളല്ലേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു. അവിടെ നിന്നായിരുന്നാ? അവനിവിടെ നിന്നില്ല. ഇല്ലേ? ഇവിടെ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നല്ലേ, ഇന്നലെ അമ്മയ്ക്ക് സുലാത്ത കാരണം ഇവിടെ ഒന്നും വേവിച്ചില്ല. അപ്പൊ അവൻ പറഞ്ഞൊരു 100 രൂപ തന്നാലേ ഞാൻ പുറത്തു പോയി കഴിച്ചോളാൻ പറഞ്ഞിട്ട് എൻ്റെ 100 രൂപ വാങ്ങിച്ചിട്ട് പോയി. അപ്പൊ തന്നെ പോയെന്നാ? അപ്പൊ തന്നെ പോയവൻ. ഇല്ല ഞാൻ വന്നാന്ന് ചോദിക്കാനായിട്ട് വിളിച്ചതായിരുന്നു. ശരി. ഓ ആയിക്കോട്ടെ. സത്യം പറ, നിങ്ങൾ ഇന്നലെ 2 അടുത്ത് പോയെന്ന് പറഞ്ഞെടുത്ത് 2 അടുത്ത് വിളിച്ചിട്ട് നിങ്ങൾ ചെന്നില്ല. അച്ഛൻ്റെ അടുക്ക ചെന്നെന്ന് സമ്മതിച്ചു, പക്ഷെ അവിടെ നിന്നെന്നാണ് നിങ്ങൾ പറഞ്ഞ. അച്ഛൻ പറഞ്ഞ അവിടെ നിന്ന് 100 രൂപ മേടിച്ചോണ്ട് നിങ്ങൾ പോയെന്ന്. എവിടെ പോയി? സത്യം പറ, ഇനി എനിക്കറിയണം നിങ്ങൾ എവിടെ പോയെന്ന്. ഞാനൊരു സത്യം പറയട്ടെ? പറയട്ടെ. നിങ്ങൾ ഇത്ര നേരം സത്യം പറയട്ടെ എന്ന് പറഞ്ഞ മൊത്തം നുണയാ. ഇനി നിങ്ങൾ നുണ പറഞ്ഞാൽ മതി, അപ്പൊ സത്യമാവും. എന്റെ അമ്മയാണ്, ഞാൻ പറയില്ല മോളെ, ഞാൻ സത്യമേ പറയൂ. പറയട്ടെ? പറ അങ്ങോട്ട്. നിന്നാണേ നിനക്ക് ഇഷ്ടമല്ല, നീ അത് കേട്ടാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. കാര്യം നിനക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. നിങ്ങളൊന്ന് പറയാനുണ്ടോ? നമ്മുടെ അയൽവക്കക്കാരൻ രഘുവില്ലേ, പഠിച്ചു തരില്ലേ? രഘുവിനെ വണ്ടി ഇടിച്ച് കൈ ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ഫ്രണ്ടിലെ 2 പല്ലും പോയി. അത്യാസന്ന നിലയിലാണ്. കുറച്ച് ബ്ലഡ് വേണം, അതിനുവേണ്ടി കുറച്ച് കാശ് വേണം, അവിടെ കൂട്ടിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയതാണ്. ഞാൻ അറിഞ്ഞില്ലല്ലോ. നീയും അവൻ്റെ ഭാര്യയും തമ്മിൽ ചേരൂലെന്നും നിങ്ങൾ തമ്മിൽ നല്ല ഉടക്കാണെന്നൊക്കെ എനിക്കറിയാം. നിനക്ക് ചിലപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എനക്ക് ഒന്ന് വെട്ടിക്കീറും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വളച്ചൊടിച്ച് ഇത്രയും കഥകളാക്കി ഇങ്ങനെ കൊണ്ടുവന്നത്.
അല്ല എന്നാലും വണ്ടി അടിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ലെന്നേ. എടി അത് ഞാൻ അറിഞ്ഞു, നമ്മളോട് അവർ പറയില്ലല്ലോ, നമ്മളോട് മിണ്ടാത്തവരല്ലേ. ഞാനത് അറിഞ്ഞ് അവിടെ ചെന്ന് അവനെ സഹായിച്ച്. അതാണ് അവിടെ ഇരുന്ന് ഇന്ന് നേരം വിളിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. നീ ഒന്ന് വിളിക്ക്, നീ ഒന്ന് വിളിച്ചേക്ക്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ അയൽവക്കമല്ലേ, അപകടം നമുക്കും വരാല്ല. നിങ്ങൾ പറഞ്ഞതല്ലേ, വിളിക്ക്, ഒന്ന് ആശ്വസിപ്പിക്കും. വിളിക്കല്ലേ. ഹലോ. ആ ജോമോളെ ശ്യാമള ചേച്ചിയാണ്. ആ ചേച്ചി എന്തായി? ആ ഞാൻ ദേ ഇപ്പോഴാണ് ചേട്ടൻ പറയുമ്പോഴാണ് അറിയണത്. എന്തു പറ്റിയതായിരുന്നു ശരിക്കും? ആ അതെന്താന്നറിയോ ചേച്ചി, ഇന്നലെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേ വണ്ടി ഒന്ന് കുഴി ചാടി. ചേട്ടന്റെ കാലും കൈയും ഒടിഞ്ഞ്, മുമ്പിൽ 2 പല്ലും പോയി. ചേട്ടൻ സീരിയസ് ആയിട്ട് ഇപ്പൊ ICUലാ ചേച്ചി. എന്താണെന്ന് ചേച്ചി ഇന്നലെ ചേട്ടന് ജോലി കഴിഞ്ഞ് വന്നപ്പോ വണ്ടി ഒന്ന് മറിഞ്ഞ് കുഴി ചാടി. ചേട്ടന്റെ കാലും കൈയൊക്കെ ഒടിഞ്ഞ്, മുമ്പിൽ 2 പല്ലും പോയി. ഇപ്പൊ ആള് സീരിയസ് ആയിട്ട് ICU കിടക്കാ. ഷോ കേക്കാൻ പറ്റണില്ലല്ലോ, ഒന്നുകൂടെ പറഞ്ഞേ. ഹലോ ഹലോ ചേച്ചി, ഇന്നലെ ചേട്ടനെ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേ ഹലോ കേൾക്കുന്നുണ്ടോ? നീ നിക്കണത് മുമ്പിൽ 2 പല്ലും പോയി, ആള് സീരിയസ് ആണ് ചേച്ചി. എന്റെ പൊന്നെ. ഹലോ ചേച്ചി കേട്ടാ പറഞ്ഞത്? എടി അവള് പറയണത് ഇവിടെ നിക്കണ എനിക്ക് ഹലോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ പോലെ തന്നെ എനിക്കും എല്ലാം കേൾക്കാം. പിന്നെ എന്തിനാ നീ അവളോടൊന്നും കേൾക്കുന്നില്ല എന്ന് പറയണത്? അതെ, അവിടെ കെട്ടിയോ വണ്ടി ആക്സിഡന്റ് ആയിട്ട് കൈയും പോയി കാലും പോയി പല്ലും പോയിട്ട് തീരെ അവസ്ഥ മോശമാണെന്ന് അവള് പിന്നെയും പറയുമ്പോൾ അത് കേൾക്കണ എനിക്കുണ്ടാകുന്ന ഒരു മാനസിക സുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല.